പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നന്ദുവിൻ്റെ അടുത്തുള്ള ഒരു സ്നേഹം കൂടുതൽ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ നമ്മളെ നവീന്. പക്ഷേ നവീനാണെങ്കിൽ ആ ഒരു ഇഷ്ടവും കാര്യങ്ങളും ആരുടെടുത്തും പറയുന്നതുമില്ല. കാര്യം വെച്ചാൽ നവീനെ അമ്മയെ പേടിച്ചിട്ടാണ് പറയാത്തത്. കാര്യം വെച്ചാൽ അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഇത്രയും തൻ്റെടിയായ പെൺപിള്ളേരെയൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അത് ഓർത്തിട്ടാണല്ലോ നമ്മളെ നവീനാണെങ്കിൽ ഒന്നും പറയാതെ ഇങ്ങനെ നടക്കും കേട്ടോ. അങ്ങനെ ഒരു ദിവസം നമ്മളെ അനിയും നന്ദുവും കൂടെ ആണെങ്കിൽ ഇങ്ങനെ രാത്രി അവരിങ്ങനെ കറങ്ങാൻ വേണ്ടിയൊക്കെ ഇറങ്ങിയിട്ട് അവരൊരു എപ്പോഴും പോകുന്ന ഒരു ഹോട്ടലിൽ പോയി അവർ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് അവർ സ്നേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവരങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ആ നന്ദു ആണെങ്കിൽ അനിയടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും നിനക്കൊരു 10-23 വയസ്സൊക്കെ ആയില്ലേ, അപ്പോൾ എന്തായാലും കല്യാണപ്രായമൊക്കെ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നിനക്കിനി സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനൊക്കെ ഉള്ള പ്രായം ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദുവിൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ അനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, എന്തായാലും എനിക്കിപ്പം നിന്നെയും കാട്ടി ഒരു 3-4 വയസ്സും കൂടെ കൂടുതലേ കാണത്തുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആ നന്ദു പറയുന്നുണ്ട്, അത് ശരിയാ, പക്ഷേ ഒരു വ്യത്യാസമേ ഉള്ളൂ, നീയാണെങ്കിൽ ഒരു കല്യാണമൊക്കെ കഴിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അനി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ കല്യാണം കഴിച്ചതെന്നൊന്നും ആരും പറയണ്ട, എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ചു, അതിൽ പ്രധാന കാരണം നീയാണെന്നൊക്കെ ഇങ്ങനെ നമ്മൾ നന്ദുവിൻ്റെ അടുത്ത് അനി പറയുന്നുണ്ട്. നമ്മൾ നന്ദു പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ നിനക്ക് കല്യാണം കഴിക്കാതിരുന്നൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അനി പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നു, എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്നാണോ അമ്മ നമ്മളെ കല്യാണത്തിന് സമ്മതിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും അമ്മയുടെ സമ്മതം കിട്ടുന്നത് വരെ ഞാൻ എന്തായാലും വേറെ കല്യാണമോ കാര്യങ്ങളോ ഒന്നും ഞാൻ കഴിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നന്ദുവും പറയുന്നുണ്ട്, ഞാനും എന്തായാലും ഇനിയിപ്പോൾ വേറെ ആരെയും കല്യാണം കഴിക്കാനൊന്നും ഞാനും പോകുന്നില്ല എന്നൊക്കെ നന്ദുവും ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മളെ നവീൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവീനാണെങ്കിൽ ഇവരെ കാണുമ്പം അത്ര നവീനെ ഇഷ്ടപ്പെടുന്നതൊന്നുമില്ല കേട്ടോ. കാര്യം വെച്ചാൽ സമയം ഒരുപാട് ലേറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ കണ്ടപ്പോൾ നവീനാണെങ്കിൽ അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവർ ചോദിക്കുന്നുണ്ട്, ഇതാരാ നവീൻ ഏട്ടനാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നവീൻ പറയുന്നുണ്ട്, നിങ്ങളെന്താ ഈ സമയത്ത് ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്, ഇവിടെ ഇരുന്ന് ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിക്കും, കൂടെ ഞങ്ങളെ ഫ്രണ്ട്സൊക്കെ കാണും, പക്ഷേ ഇന്ന് അവരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നവീൻ പറഞ്ഞത്, എന്തായാലും ഈ സമയത്താണോ പിന്നെ നിങ്ങൾ കാണുന്നത്, അപ്പം ആരെങ്കിലും കണ്ടാൽ തന്നെ എന്തെങ്കിലും പറയത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ നന്ദു ആണെങ്കിൽ പറയുന്നുണ്ട്, അത് ഞങ്ങൾ ഇടയ്ക്ക് കാണുന്നേ നവീനേട്ടാ, അതുകൊണ്ട് പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദു ഒക്കെ ഇങ്ങനെ കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ അനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ നന്ദുവിൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാനങ്ങ് പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ നന്ദു പറയുന്നുണ്ട്, എന്തായാലും ഞാൻ എന്തായാലും ബൈക്കും കൊണ്ടാണ് വന്നത്, നീ എന്തായാലും എന്നെ ആക്കാനൊന്നും വരണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഒരു എസ്കോർട്ടായിട്ട് നീ വരണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് നവീനാണെങ്കിൽ ചോദിക്കും, അപ്പം അനി ഇങ്ങനെ നിൻ്റെ പിറകെ വരുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നന്ദു പറയുന്നുണ്ട്, ഞാൻ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ അനിയാണെങ്കിൽ എൻ്റെ പിറകെ ഒരു എസ്കോർട്ടായിട്ടൊക്കെ വരും, അന്ന് എന്നെ വീട്ടിലാക്കിയിട്ടാണ് അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ നവീനാണെങ്കിൽ അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിന്നെ ആണെങ്കിലും നവീന് പറയണമെന്നുണ്ടായിരുന്നു, എന്തായാലും നിങ്ങൾ ഇത്ര തിക്കായ ഫ്രണ്ട്സ് ആണെങ്കിലും കാണുന്നവരെന്തായാലും തെറ്റായിട്ട് വിചാരിക്കും എന്നൊക്കെ പറയണമെന്നുണ്ടായിരുന്നു നവീന്. പക്ഷേ നവീൻ അത് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നന്ദു ആണെങ്കിൽ അവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് നന്ദു അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അനിയടുത്താണെങ്കിൽ ഇതണക്ക് നമ്മൾ നവീൻ പറയുന്നുണ്ട്, എന്തായാലും നന്ദു ഒരു കല്യാണപ്രായ ഒരു പെണ്ണാണ്, പക്ഷേ നിൻ്റെ ചേച്ചിയുടെ ചേട്ടത്തിയുടെ അനിയത്തിയൊക്കെയാണ്, അതൊക്കെ ശരി തന്നെ, പക്ഷേ കാണുന്നവരെന്തെങ്കിലും തെറ്റായിട്ടൊക്കെ പറയുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സമയത്ത് നമ്മൾ അനിയാണെങ്കിൽ പറയുന്നുണ്ട്, അതെന്താ നവീനായിട്ട്, എന്തായാലും ഞാനും നന്ദുമായിട്ട് കാണാൻ തുടങ്ങിയ കാലം തൊട്ട് ഞങ്ങളിങ്ങനെ നല്ല ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മൾ അനി പറയുന്നില്ല അനിക്ക് നന്ദുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം. ആ സമയത്ത് നമ്മൾ നവീൻ്റെ അടുത്ത് നമ്മൾ അനി മറച്ചു വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ അനി പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളിവിടെ സ്ഥിരം വരുന്നത്, എന്തായാലും ഇവിടുത്തുള്ള കടക്കാർക്കൊക്കെ അറിയുന്ന കാര്യമാണ്, ഞങ്ങൾ കൂട്ടുകാരെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ അനി ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം ഇതൊക്കെ ചോദിക്കാൻ താനാരാ, നന്ദുവിൻ്റെ ആങ്ങളെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ പിന്നെ നവീൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ആങ്ങളെ അല്ലടാ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ്, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണ് നന്ദു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ അതെനിക്ക് നിൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മൾ നവീൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നവീൻ്റെ അടുത്താണെങ്കിൽ യാത്രയൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മൾ അനിയാണെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ അനന്തപുരിയിലേക്ക്. അങ്ങനെ നമ്മൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഇത്രയും നേരം നീ എവിടെ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കറക്കമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടെ നന്ദു ഒക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ നടക്കട്ടെ, എന്തായാലും നിൻ്റെ അമ്മ എന്തായാലും ഇതിനി എന്ന് അറിയാൻ പോകുന്നത് എന്തോ അന്നാണ് ഇനി അടുത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. നമ്മൾ അനിയാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഈ പാരാത്രി ഉറങ്ങാതെ ഇവിടെ എന്നെ കളിയാക്കാൻ വേണ്ടിയൊക്കെ ഇരുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ല മോനെ, ഞാൻ നിന്നെ ഒന്ന് കണ്ടിട്ട് കിടക്കാമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, പണ്ടൊക്കെ ആണെങ്കിൽ കൊച്ചുമക്കൾ എന്നെ ആണെങ്കിൽ പേടിച്ചൊക്കെ ഇരുന്നവരാണ്, പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ അവർക്ക് ആർക്കും എന്നെ ഒരു വിലയില്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനി പറയുന്നുണ്ട്, അല്ല മുത്തശ്ശ, നമ്മൾ പേടിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഒരു രസം കാണത്തില്ല, പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഫ്രണ്ട്സായിട്ടൊക്കെ പോകുമ്പോൾ
നമുക്കെല്ലാം തുറന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യമൊക്കെ ഉള്ളപ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ചും കൂടെ സ്നേഹം കൂടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനിയാണെങ്കിൽ അങ്ങ് നേരെ മുകളിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ മുത്തശ്ശൻ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും കഷ്ടം, അവർ രണ്ടുപേരും നല്ല രീതിയിൽ ഇഷ്ടത്തിലാണ്, എന്നാലും നമുക്ക് അവരെ ഒന്നിപ്പിക്കാൻ എനിക്കും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി ജാനകി ഇതൊന്നും മനസ്സിലാക്കുന്ന, നന്ദു ആണെങ്കിൽ ഇത്രയും പാവപ്പെട്ട ഒരു മോളാണ്, നല്ല സ്നേഹമുള്ള, അതൊക്കെ എന്താ നമ്മൾ ജാനകിനെ എന്ന് മനസ്സിലാക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ ആദർശം ഞാനാണെങ്കിൽ അവരും ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോയി കറങ്ങാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണല്ലോ നമ്മൾ നന്ദുവിനെയും അനിയൊക്കെ കാണുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നന്ദുവിൻ്റെ അടുത്തൊക്കെ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഈ സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ കറങ്ങാൻ വന്നിരിക്കുന്നത്, അതൊക്കെ അമ്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും എന്നൊക്കെ അറിയാമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പം അവർ പറയുന്നുണ്ട്, ഇനി ആരൊക്കെ അറിഞ്ഞാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഇനി ഞങ്ങളിങ്ങനെ തന്നെ ഞങ്ങൾ നടക്കത്തുള്ളൂ, അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളതിനകത്തൊന്നും മൈൻഡ് ചെയ്യത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അനിയും നന്ദു ആണെങ്കിൽ നിനക്ക് കറങ്ങാൻ വേണ്ടിയൊക്കെ അവർ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊരു പാർക്കിലൊക്കെ പോയിരുന്ന് അവരിങ്ങനെ പ്രണയിനിയൊക്കെ കണക്കൊക്കെ അവരവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. സമയത്താണെങ്കിൽ നമ്മൾ അനിയാണെങ്കിലും നന്ദുവിൻ്റെ തോളിൽ കൈയൊക്കെ ഇട്ടിരുന്നൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നവീനാണെങ്കിൽ അവിടെ ആ വഴി ഇങ്ങനെ വരുന്നുണ്ട്. വരുന്ന സമയത്താണെങ്കിൽ ഇവരിരുന്ന് സംസാരിക്കുന്നതൊക്കെ നവീൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവീനാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവർ ഇത്ര ഫ്രണ്ട്സ് ആണെങ്കിലും ഇങ്ങനെയൊക്കെയാണോ ഇരുന്ന് സംസാരിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്, അതും ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചൊരു പെൺകുട്ടിയാണല്ലോ, അപ്പോൾ കല്യാണം കഴിഞ്ഞാലും ഇവരിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ആൾക്കാർ പറയുമല്ലോ, ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു പെണ്ണിനെയാണോ കല്യാണം കഴിച്ചതെന്നൊക്കെ ഇങ്ങനെ ആൾക്കാരും ഒക്കെ പറയത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ നവീൻ ഇങ്ങനെ ഭയങ്കര ടെൻഷനോടെയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ നവീനാണെങ്കിൽ നേരെ നന്ദുവിൻ്റെ അനിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നവീനാണെങ്കിൽ അനിയടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ അനി നിങ്ങൾ ഇങ്ങനെയൊക്കെ തോളിൽ കൈയിട്ടൊക്കെ ഇരിക്കുന്നത്, ഇതിപ്പം ആൾക്കാർ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ വിചാരിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ അനി പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ ഫ്രണ്ട്ഷിപ്പായിട്ടൊക്കെ നടക്കുന്ന മുത്തശ്ശനൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ നവീൻ പറയുന്നുണ്ട്, അങ്ങനെ സ്നേഹിക്കുന്നവരോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരൊന്നും അല്ലല്ലോ, പിന്നെ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നവീൻ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും അവൾക്ക് ആരുടെ അടുത്തും അങ്ങനെ ഇഷ്ടവും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണല്ലോ പറഞ്ഞത്, പിന്നെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ നവീൻ പറയുന്നുണ്ട്, അനി നീ ഇപ്പം അങ്ങനെ നല്ലൊരു പെണ്ണായിട്ടല്ലേ ഇപ്പം നന്ദു ഉള്ളത്, അപ്പോൾ അവളെ കൂടെ നീ നടന്നിട്ട് നീ അവൾക്കും കൊണ്ട് ഇല്ലാത്ത പേരൊക്കെ കേൾപ്പിച്ച് കൊടുക്കുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനിയാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്, നവീനേട്ടൻ അറിയാത്തൊരു കാര്യമുണ്ട്, ഞാനും എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ഞാനും നന്ദുവും തമ്മിൽ സ്നേഹത്തിലാണ്, അത് ഞങ്ങൾ പരിചയപ്പെട്ട നാൾ തൊട്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു, അത് ഞങ്ങളെ വീട്ടിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അനി പറയുന്നുണ്ട്, എൻ്റെ അമ്മ സമ്മതിക്കാത്തത് കൊണ്ട് നവീനേട്ടൻ ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും കല്യാണം കഴിക്കാൻ ഇരിക്കുന്നത്, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും മനസ്സിൽ ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും ഇഷ്ടവും എല്ലാം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിക്കാണെങ്കിലും അതിനൊക്കെ ആദർശേട്ടനാണെങ്കിലും നയനേട്ടത്തിക്കാണെങ്കിലും പിന്നെ അതുപോലെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുന്നത്, പക്ഷേ എൻ്റെ അമ്മ സമ്മതിക്കാത്തതുകൊണ്ടാണ് നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ചെറിയ താല്പര്യക്കുറവുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ അമ്മയുടെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ വിവാഹം കഴിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി നന്ദുവിൻ്റെ കാര്യം ഓർത്ത് നവീനേട്ടൻ വിഷമിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ അനിയാണെങ്കിൽ തുറന്നടിച്ചൊക്കെ നമ്മൾ നവീൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം നവീൻ പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും, നന്ദുവിൻ്റെ 2 ചേട്ടത്തിമാരും പിന്നെ നിങ്ങളെ വീട്ടിൽ കല്യാണം കഴിച്ച് വന്നത്, പിന്നെ ഇനിയിപ്പം മൂന്നാമതൊരാളും കൂടെ അവിടെ കല്യാണം കഴിച്ച് വന്നാൽ അത് ശരിയാവത്തില്ലല്ലോ, നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയുമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ അനി പറയുന്നുണ്ട്, അതിനെന്താ ഇപ്പോൾ കുഴപ്പം, എന്താ നവീനേട്ടൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, നവീനേട്ടനാണെങ്കിൽ ഇതിന് ഞങ്ങളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തല്ലേ തരേണ്ടതെന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട്. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, ഇനിയിപ്പം നിങ്ങൾക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ നവീനാണെങ്കിൽ എല്ലാം കൂടെ കേട്ടിട്ടാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുക. നമ്മൾ അനി ചോദിക്കുന്നുണ്ട്, അല്ല നവീനേട്ടന് എന്തെങ്കിലും അരുതാത്ത എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഇഷ്ടം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ പിന്നെ നവീൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെന്തായാലും നടക്കത്തില്ല, ഇതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നവീനാണെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് നവീൻ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്തല്ല അനിയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇനി നവീനേട്ടനാണ് നിൻ്റെ അടുത്ത് ഇഷ്ടം അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ നന്ദു പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് എന്തായാലും ഇതായിരിക്കും നവീനേട്ടൻ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, നവീനേട്ടൻ്റെ സംസാരത്തിലൊന്നും എനിക്കിതായിരിക്കും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട്. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, എൻ്റെ അടുത്താണെങ്കിലും ഒരു വട്ടം നവീനേട്ടൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്, കാര്യം വെച്ചാൽ ഇപ്പം നമ്മളെ കാര്യം ഇനി നവീനേട്ടനോട് അറിയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞതെന്നാണ്
എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അനിയെ പറയുന്നുണ്ടോ ഇനിയിപ്പം നന്ദു നിന്നെ അങ്ങാണാണോ നവീനേട്ടൻ ഇനി ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിയെ എടുത്ത് ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് ഇങ്ങനെ നവീനേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഇനി അതിപ്പോൾ നിൻ്റെ അടുത്തെങ്ങാണോ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ തനി സ്വഭാവം മാറുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരുത്തനെ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ശ്രമിച്ച് ഇവിടുന്ന് ഓട്ടിച്ച് വിട്ടത് ഇനിയിപ്പോൾ അടുത്ത ആളും കൂടെ വരുവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പിന്നെ അനിയാണെങ്കിൽ. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ അനിക്കും നല്ല ടെൻഷനായിട്ടൊക്കെ അനിയും നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.